രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഗുജറാത്തിൽ നിന്നാണ് ജെ.പി. നഡ്ഡ മത്സരിക്കുന്നത്. വിവരങ്ങളുമായി അച്യുതൻ, ദേശീയ അധ്യക്ഷൻ തന്നെ രാജ്യസഭയിലേക്ക് പോവുക എന്ന് ബി.ജെ.പി. തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ജയപരാജയ സാധ്യത എങ്ങനെയാണ് അച്യുതൻ? അച്യുതൻ കേൾക്കാവോ? രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷനാണ് ജെ.പി. നഡ്ഡ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ നിന്നാണ് ജെ.പി. നഡ്ഡ മത്സരിക്കുന്നത്. ഉറപ്പായും ജയം ഉറപ്പിച്ചു തന്നെയാണ്. ഇപ്പോൾ അംഗങ്ങളുടെ എണ്ണമൊക്കെ വെച്ച് ജയം ഉറപ്പിച്ചു തന്നെയാണ് ജെ.പി. നഡ്ഡയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം. അച്യുത കേൾക്കാവോ? ഹാഷ്മി, അല്പം മുൻപാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ജെ.പി. നദ്ദ. ഇന്നലെയാണ് ഇതിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായത്. കൂടാതെ കേന്ദ്രമന്ത്രി എൽ മുരുകൻ മധ്യപ്രദേശിലും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നും മത്സരിക്കും. ഇന്നാണ് ഇതിന്റെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാനത്തെ ദിവസം ഇന്നാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് തന്നെ ആ ഒരു നാമനിർദ്ദേശ പത്രിക ജെ.പി. നദ്ദ നൽകിയിരിക്കുന്നത്. ഈ വരുന്ന 27-ാം തീയതിയാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും വിജയ സാധ്യതകളിൽ അതിൽ പ്രതീക്ഷ വച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം ബി.ജെ.പി. നടത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പലയിടങ്ങളിലും ബി.ജെ.പിയുടെ നേതാക്കളെ, മുതിർന്ന നേതാക്കളെ തന്നെ ഇതിലിപ്പോൾ നിർത്തിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ് ഹാഷ്മി. യെസ്, അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.